ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുതി മേടിക്കാൻ പോകുന്ന പുതിയ വീടിൻ്റെ അഡ്വാൻസ് തുകയായി 25 ലക്ഷം രൂപ ഓണറാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട. അവരാണെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന കള്ള ആധാരം നമ്മുടെ സുതിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഈ വീട് ഇനി മുതൽ നിങ്ങളുടേതാണ്, നിങ്ങളിവിടെ താമസിച്ചോളൂ, ഞങ്ങൾക്ക് ദുബായിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതും ഇന്ന് തന്നെ ഞങ്ങൾ തിരികെ പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചന്ദ്ര തൻ്റെ മകൻ സ്വന്തമായിട്ട് മേടിച്ചിരിക്കുന്ന വീട്, അതായത് ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് മേടിച്ചതിൻ്റെ പൊങ്ങച്ച വർത്തനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഈ ഒരു കള്ളന്മാരായ ഭാര്യയും ഭർത്താവും ഇവർ തമ്മിൽ പറയുകയാണ്, ആ അമ്മയുടെ അല്ലേ മകൻ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും, എന്തായാലും നമ്മുടെ ലക്ഷ്യം നടന്നു, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകും, അത് എത്രയും വേഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന അതേ സമയം തന്നെയാണ് സച്ചി രേവതി വണ്ടിയുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ കയറ്റവും ഇറക്കമായതുകൊണ്ട് തന്നെ സച്ചിയുടെ വണ്ടിക്കും അതുപോലെ ഇവിടെ നിന്ന് വന്ന വണ്ടിക്കും പോകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ സച്ചി പറയുന്നത് എവിടെ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചത്, കയറ്റത്തിൽ നിന്ന് കയറി വരുന്ന വണ്ടിക്കല്ലേ പ്രയോറിറ്റി നൽകേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്നതിന് ശേഷം സച്ചിയോട് എതിർത്ത് സംസാരിക്കുകയാണ് കേട്ടോ. സച്ചി ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, സച്ചി നല്ല രീതിയിൽ തന്നെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ സുധിയും എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സുധി പറയുന്നത്, ദൈവമേ വീടിൻ്റെ ഓണറോടാണല്ലോ അവൻ ഒച്ചപ്പാടുണ്ടാക്കുന്നത്, അദ്ദേഹം ഇവിടുന്ന് പോയതുള്ളൂ, വന്നപ്പോൾ തന്നെ തനി സ്വഭാവം എടുത്തു തുടങ്ങിയെന്നൊക്കെ പറയാം കേട്ടോ. ഇതേ സമയം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഈ വീടിൻ്റെ ഓണറാണെന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട്, സാർ ക്ഷമിക്കണം, എന്തായാലും ഞങ്ങൾക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെപ്രാളത്തോടു കൂടി തന്നെയാണ് സച്ചിയോട് സംസാരിക്കുന്നത്. സച്ചിയാണെങ്കിൽ താൻ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്താണ് സുധി പറയുന്നത്, നീ എന്തിനാ വീടിൻ്റെ ഓണറോടായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നത് കണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതായിരുന്നു വീടിൻ്റെ ഓണറെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അയാളെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്, അയാൾ എന്നോടുള്ള സംസാരത്തിലാകെ വെപ്രാളവും പരിവേഷമായിരുന്നു, എത്രയും വേഗം ഇവിടുന്ന് പോകാനുള്ള ഒരു നെട്ടോട്ടം പോലെ എനിക്ക് തോന്നി, എടാ സുധി നീ ചതിക്കപ്പെടുകയാണോ എനിക്ക് സംശയം പോണെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും സുധി ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും സുധി പറയുന്നുണ്ട്, ഒന്ന് പോയേടാ എന്ന്, ഞാൻ വീട് മേടിച്ചതിൻ്റെ കുശുമ്പാണ് നിനക്ക് വേറൊന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രവി പറയുന്നുണ്ട്, സച്ചി അത് വിട്ടുകളെ, എന്തായാലും നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറി ചെന്നതിന് ശേഷം ചന്ദ്രയാണ് വീട് നിറച്ച് ഓടി നടന്ന് കാണുക കേട്ടോ. അവിടെയുള്ള ഓരോ ശില്പങ്ങളും ഫോട്ടോയൊക്കെ കണ്ടിട്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ മതിമറക്കാനാവാത്ത രീതിക്ക് സുധിയെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സച്ചി രവി ആകട്ടെ പുറത്തിറങ്ങിയതിന് ശേഷം രവിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തും വർഷയും രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവർ വരുന്ന കാണുമ്പോൾ തന്നെ രവി പറയുന്നത്, നിങ്ങൾ വാ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെയും ചേർത്ത് നിർത്തി സച്ചിയും ഒക്കെ ആയിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധിയും ചന്ദ്രയും അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ സുധി പറയുന്നത്, കണ്ടിട്ടില്ലേ അമ്മ, എൻ്റെ വീട്ടിൽ ഞാനില്ലാതെയാണ് അവർ സെൽഫി എടുക്കുന്നതെന്നൊക്കെ ഒരു കുശുമ്പോട് കൂടി തന്നെ സംസാരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം തന്നെ, ഈശ്വര ഇത് സ്വിമ്മിംഗ് പൂൾ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കായിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം സുധിയോടായിട്ട് പറയുന്നത്, സുധി നീ ഒരു വീട് സ്വന്തമായി മേടിച്ചതിന് ശേഷം ഇത് ഫുള്ളും വെള്ളം നിറച്ചിടണം, അമ്മയ്ക്ക് എന്നും നീന്തി കുളിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ പൊങ്ങച്ചവർത്താൻ നിർത്തുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് വർഷ പറയുന്നത്, ആൻറ്റി എന്തായി പറയുന്നത്, ഇതിനേക്കാളും വലിയ വീടുകൾ എവിടെയുണ്ട്, എൻ്റെ അച്ഛന് 3-4 ഹൗസ് ബോട്ടുകളാണ്, അതും വലിയ ഹൗസ് ബോട്ടുകൾ മാത്രമല്ല ഒരു ഗസ്റ്റ് ഹൗസും സ്വന്തമായിട്ടുണ്ട്, അതും ഇതിൻ്റെ ഇരട്ടിയായ വലുപ്പത്തിൽ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുമ്പോഴത്തേക്കും സുധിക്കും ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര വേഗം പറയുന്നുണ്ട്, എടാ സുധി എത്രയും വേഗം ഒരു ബോട്ട് മേടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിനാ ബോട്ട് എന്ന് രവി ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടി പറയുന്നത് സച്ചിയാണ്. സച്ചി പറയുന്നത്, വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് ബാമാൻ്റെ വീട്ടിലേക്ക് പോകാനാണ്, ഇത് അമ്മയുടെ പണക്കാരനായ മകൻ അതിന് വേണ്ടിയിട്ട് ഒരു ചാലുണ്ടാക്കി അതിലൂടെ വെള്ളം ഒഴുക്കി അമ്മ കപ്പലിലായിരിക്കും ബാമാൻ്റെ വീട്ടിലേക്ക് പിള്ളേരില്ലാത്ത ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് സച്ചി കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, നീ എന്തിനാ ചന്ദ്ര ഇത് കേൾക്കാൻ നിൽക്കുന്നത്, നിനക്ക് നാണാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്ര ഇതൊന്നും തന്നെ വക വയ്ക്കാതെ പറയുന്നത്, എൻ്റെ മകൻ മേടിച്ച വീടാണിത്, ഞാൻ എന്തായാലും വളരെയധികം സന്തോഷവതിയാണ്, ഇതെല്ലാം എൻ്റെയും സുധിയുടെയും സ്വന്തമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അഹങ്കാരത്തോട് തന്നെ സംസാരിക്കാനായിട്ട് ചന്ദ്ര. ശേഷം കാണിക്കുന്നത് വീട് മേടിക്കുന്നതിന് മുന്നേ ഒരു പ്രേതബാധ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു വീട് വില കുറച്ച് കൊടുക്കുന്നതിന് ഡൗട്ടൊക്കെ ശ്രീകാന്ത് സച്ചിയും പറഞ്ഞത് പ്രകാരം നമ്മുടെ സുധി ഒരു മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരാനുണ്ടോ. അപ്പോൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ചന്ദ്രയും ഇദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാണുമ്പോഴത്തേക്ക് ചന്ദ്ര പേടിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം കാര്യം നിൽക്കുന്ന സമയത്താണ് ഈ വീടിൻ്റെ മൊത്തത്തിലൊന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലും ബാധ ഉണ്ടെങ്കിൽ ഒഴിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന മന്ത്രവാദിയാണെന്ന് ആനന്ദ് പറയുന്നുണ്ട്. ഈ മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവരുന്ന ആനന്ദാണ്. അദ്ദേഹം മന്ത്രതന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും നടന്ന് ബാധ ഒഴിപ്പിക്കുന്ന രീതിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് സച്ചി പറയുന്നത്, ബാധ ഒഴിപ്പിക്കുകയാണ്, അപ്പോൾ അമ്മ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തമാശ രൂപേണ പറയുന്നുണ്ട്. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ തന്നെ ചന്ദ്ര പറയുന്ന സമയത്ത് രവി പറയാനായിട്ട് സച്ചിനെ മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.